ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. മകരവിളക്കിന് ഒരുങ്ങിയിരിക്കുകയാണ് സന്നിധാനം. ഇന്നലെ പന്തളത്തു നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര നാളെ സന്നിധാനത്ത് എത്തിച്ചേരും. മകരവിളക്ക് കാണാനെത്തുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ്. അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, നേരത്തെയും പറഞ്ഞിരുന്നു എത്രത്തോളം തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും നാളെയാണ് മകരവിളക്ക്. ആ പുണ്യ ദർശനത്തിനായി തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ ഇവയെല്ലാം വിശദമായി അഖിൽ. രോഹിണി, ശബരിമല സന്നിധാനം അത് മകരവിളക്കിന്റെ ഏറ്റവും അവസാനത്തെ ആ ദിവ്യ മുഹൂർത്തത്തിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ്. ശബരിമല സന്നിധാനത്ത് മകരവിളക്കിന് മുന്നോടിയായിട്ടുള്ള സജ്ജീകരണങ്ങൾ അത് പരിപൂർണതയിലേക്ക് എത്തുന്ന നിമിഷങ്ങൾ തന്നെയാണ് ഉള്ളത്. വലിയ ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. അത് നിരവധിയായിട്ടുള്ള അയ്യപ്പ ഭക്തരാണ് ശബരിമല സന്നിധാനം നിരവധി 18-ാം പടി കയറി ശബരിമല അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി കടന്നു വരികയാണ്. അത് ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷത്തോടടുത്താണ് അയ്യപ്പ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. കുഞ്ഞു മാളികപ്പുറങ്ങളടക്കം, അമ്മമാരടക്കം, എല്ലാവരും ശബരിമല സന്നിധാനത്തേക്ക് അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ക്രമീകരണങ്ങളും ഒക്കെ തന്നെ ഉള്ളത്. ശബരിമല സന്നിധാനത്ത് നമ്മൾ നോക്കിയാൽ ശബരിമല സന്നിധാനത്തെ ഈ മകരവിളക്കിന് മുന്നോടിയായിട്ടുള്ള അലങ്കാരങ്ങളെല്ലാം തന്നെ അത് ഒരുങ്ങിയിരിക്കുകയാണ്. പലതരത്തിലാണ് അലങ്കാരങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി, അതായത് ശബരിമല സന്നിധാനം പുണ്യം പൂങ്കാവനമാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഇത് ഉപയോഗിക്കാതെയാണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇതര വസ്തുക്കൾ ഉപയോഗിക്കാതെയാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അലങ്കാരങ്ങളൊക്കെ തന്നെ സന്നിധാനത്ത് ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാഴത്തടയും കുരുത്തോലയും ഒക്കെ ആയിട്ടുള്ള ഇതിൽ ഈ അലങ്കാരപ്പണികൾ നിർമ്മിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട്, അതായത് മകരവിളക്കിന് മുന്നോടിയായിട്ടുള്ള അലങ്കാരങ്ങളെല്ലാം തന്നെ അത് പ്രകൃതിദത്തമായിക്കൊണ്ടുള്ള അലങ്കാരങ്ങളായിരിക്കും ഇത്തവണ കൂടുതലായി ആകർഷണമാവുക. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്തജന തിരക്കം, വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ അരികിലേക്ക് പോയാൽ ഫ്ലൈ ഓവറിൻ്റെ അങ്ങ് മുകൾ വശം മുതൽ അയ്യപ്പ ഭക്തർ കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. വലിയ ഒരു നീണ്ട നിര തന്നെ അയ്യപ്പ ഭക്തർ കാത്തു നിൽക്കുന്നുണ്ട് അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി. അയ്യപ്പ സ്വാമിയെ ഒരു നോക്ക് കണ്ട് തൊഴുത് അയ്യപ്പ സ്വാമിയുടെ അരികിലേക്ക് എത്തി ഭഗവാനോട് താൻ കൊണ്ടുവന്ന നെയ്യ് ഭഗവാന് സമർപ്പിച്ച് ഭഗവാൻ അത് അഭിഷേകം സായുജ്യമടയാൻ കാത്തു നിൽക്കുന്ന നിരവധി അയ്യപ്പ ഭക്തർ, അണപൊട്ടി ഒഴുകുന്ന നദി പോലെ ഒഴുകിയെത്തുന്ന അയ്യപ്പ ഭക്തരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് ക്രമീകരണങ്ങൾ കൂടി ചേർത്തു പറയാനുള്ളത്. ശബരിമല സന്നിധാനത്ത് മകരവിളക്കിനോടനുബന്ധിച്ച് സജ്ജമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ ആ ക്രമീകരണങ്ങളിലേക്ക് പോയി എന്നതാണ്. ഇന്നലെ അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ അത് 70,000 ആയിരുന്ന വെർച്വൽ ക്യൂ ഇന്നലെ അത് 60,000 ആയിരുന്നു. ഇന്ന് 50,000. നാളെ മകരവിളക്ക് ദിവസം അത് 40,000 നിജപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10,000 ആയിരുന്ന വെർച്വൽ ക്യൂ അത് 5,000 നിജപ്പെടുത്തിയാണ് ശബരിമല ദർശനയ്ക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പല ഭാഗങ്ങളിലായി, അതായത് മകരജ്യോതി കണ്ടു തൊഴുന്നതിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 5,000-ഓളം വരുന്ന പോലീസ് അയ്യപ്പന്മാരെ ഇതിനായി വിന്യസിച്ചിട്ടുണ്ട്. 1,500-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥരാണ് സന്നിധാനത്ത് മാത്രം ഇതിന് സുരക്ഷാ ക്രമീകരണങ്ങൾ. മറ്റു വിവിധ പമ്പ, നിലയ്ക്കല്, കോട്ടയം, ഇടുക്കി, ഇങ്ങനെ 5ഓളം എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. അയ്യപ്പ ഭക്തർക്ക് നിരവധി സൗകര്യങ്ങൾ മകരവിളക്ക് ദർശിക്കാനായി അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉഷാ നെല്ലൂരിനെ പോലുള്ള പ്രേക്ഷകരും ചോദിക്കുന്നു, മകരവിളക്ക് ജനൻ ടി വിയിലൂടെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. തീർച്ചയായും ജനൻ ടി വിയിലൂടെ പ്രേക്ഷകർക്ക് മകരവിളക്ക് ദർശിക്കാനുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ തന്നെ നാളെ ഉണ്ടാകും.